കാനഡയുടെ ഒരു പുതിയ ഇമിഗ്രേഷൻ അപ്ഡേറ്റ് പറയാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ബിൽ C-12 പ്രകാരം വന്ന വലിയ മാറ്റങ്ങളാണ്. C-12 എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് ബോർഡർ സെക്യൂരിറ്റി ആക്ടിൽ വരുത്തിയ വലിയ മാറ്റങ്ങളാണ്. ബിൽ C-12 ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു തീരുമാനമാണ് ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് ഓഫ് കാനഡ ഇപ്പോൾ സൈലം സീക്കേഴ്സുമായുള്ള ബന്ധത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സൈലം സീക്കേഴ്സ് ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ രാജ്യം വിട്ടു പോകണ്ട, ഞങ്ങൾ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്ന ആ രാജ്യത്തിൽ അവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങളാണ്, ഞങ്ങളുടെ ലൈഫിന് വരെ ത്രെട്ടുണ്ട്, അല്ലെങ്കിൽ യുദ്ധങ്ങളും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു രാജ്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവസാനത്തെ ഒരു പിടിവള്ളി പോലെ ശ്രമിച്ചു നോക്കുന്ന ഒരു പാത്വേ ആണ്, അല്ലെങ്കിൽ ശ്രമിച്ചു നോക്കുന്ന ഒരു സോഴ്സാണ് PRR എന്ന് പറയുന്നത്. അതായത് പ്രീ റിമൂവൽ റിസ്ക് അസസ്മെന്റ്. ഇങ്ങനെ ഏതാണ്ട് 10,000 ആളുകളാണ് ഈ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിൻ്റെ ഇടയിൽ കാനഡയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ പറയുന്നത് സൈലന്റ് സീക്കേഴ്സ് ആയിട്ട് അതായത് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. എന്നാൽ ഈ ഒരു ബില്ല് C-12 അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇമിഗ്രേഷൻ ലോ ഈ ഒരു വിഷയത്തിൽ അത്ര സ്ട്രോങ് അല്ലായിരുന്നു. അവർക്ക് പെട്ടെന്ന് ആൾക്കാരെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നാൽ ഇല്ലീഗലായിട്ട് ഈ രാജ്യത്ത് തുടർന്നതായിട്ടുള്ള ആളുകൾ എന്ത് വില കൊടുത്തും അവരെ ഈ രാജ്യത്ത് നിന്ന് പറഞ്ഞു വിടാനുള്ള, അതായത് ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ട എല്ലാ ഫുൾ പവറും കൊടുത്തോണ്ടുള്ള ഒരു ബില്ലായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 30,000-ലധികം ആളുകൾക്കാണ് ഇമിഗ്രേഷൻ കാനഡ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നിങ്ങൾ രാജ്യം വിട്ടു പോകണം, അതായത് ഡീപ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കത്തക്ക രീതിയിൽ ഒരു വിഭാഗം ആളുകൾക്കും ആ രീതിയിലുള്ള ഇമെയിലാണ് വന്നിരിക്കുന്നത്. കുറച്ച് വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് അവർക്കൊരു വാർണിംഗ് ലെറ്റർ പോലെയാണ്, നിങ്ങളുടെ സൈലം സീക്കേഴ്സിനുള്ള ആപ്ലിക്കേഷൻ ഞങ്ങൾ റിജക്റ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ലെറ്ററാണ് ഏകദേശം 30,000-ലധികം ആൾക്കാർക്ക് ഈ കഴിഞ്ഞ ദിവസം തന്നെ ആദ്യത്തെ ഈ ഒരു ബിൽ പാസ്സായതിനു ശേഷം എത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും 2020 ജൂൺ മുതലുള്ള ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ അവര് റിവ്യൂ ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കും ലെറ്റർ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 17% ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകളുടെ ആപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ സൈലം സീക്കേഴ്സിൽ ഉള്ളത് എന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് കഴിയുന്നത്. ഇനിയും ഇങ്ങനെ ഈ സൈലം സീക്കേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ ആരൊക്കെയാണ്? പ്രധാനമായിട്ടും അമേരിക്കയിൽ നിന്ന് ബോർഡർ ക്രോസ് ചെയ്ത് ഇവിടെ വന്നിട്ടുള്ള ആളുകൾ 14 ദിവസത്തിനുള്ളിൽ അവര് സൈലം സീക്കേഴ്സിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്യാത്തതായിട്ടുള്ള ആളുകൾ നിർബന്ധപരമായും രാജ്യം വിട്ടുപോകണം. ഡീപ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഗവൺമെന്റ് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വന്ന ആളുകൾ, അവരുടെ വർക്ക് പെർമിറ്റ് തീർന്നു, എക്സ്പയർ ആയി, ഇനിയും ഈ രാജ്യത്ത് തുടരാൻ കഴിയത്തില്ല. അങ്ങനെ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ ഉൾപ്പെടെ ഒരുപാട് രാജ്യത്തു നിന്നുള്ള ആളുകൾ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവർ ഏത് രാജ്യത്തു നിന്നാണോ വന്നത് ആ രാജ്യത്തിൽ ഇങ്ങനെയുള്ള ലൈഫ് ത്രെട്ടണിങ് ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളാണെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും ഈ പുതിയ ബില്ല് പ്രകാരം ഒരു ദാക്ഷിണ്യമില്ല, അവർ തിരിച്ച് അവരവരുടെ നാട്ടിലേക്ക് പറഞ്ഞു വിടുന്നതായി. അങ്ങനെയുള്ള ആൾക്കാർക്കും ഇപ്പോൾ ലെറ്ററുകൾ അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടുള്ള ആളുകൾ, ഇവിടെ സ്വാധീനം ഉപയോഗിച്ച് അനേകം ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് ഇപ്പോൾ ഡീപ്പോർട്ട് ചെയ്യുന്ന തലത്തിലേക്ക് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വന്നിരിക്കുന്നു. ഈ ബിൽ C-12 ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ലൂപ്പ് ഹോളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ജഡ്ജിക്ക് പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് അങ്ങനെ ആരുടെയും ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനോ അവരെ തിരിച്ച് അവരവരുടെ നാട്ടിലേക്ക് അയക്കാനോ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ബില്ല് വന്നതിന് ശേഷം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ജഡ്ജി ഒരു ദാക്ഷിണ്യം കൂടാതെ തന്നെ ആളുകളെ ഡീപ്പോർട്ട് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ആ ഒരു നിയമ നടപടിയിലേക്കാണ് ഇപ്പോൾ കാനഡ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മറുവശത്ത് നമുക്കറിയാം, ഇങ്ങനെയുള്ള ആളുകൾക്ക് ലോയർമാരുണ്ട്. അവരുടെ ഒരു വലിയ സംഘടന തന്നെ ഇതിനെ എന്ത് വില കൊടുത്തും അവർ ഇതിനെ ഡിഫെൻഡ് ചെയ്യും
ചെയ്യുമെന്നുള്ള ആ ഒരു വാർത്തയും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. എന്തായാലും 10,000-കണക്കിന് ആളുകളുടെ ആപ്ലിക്കേഷനാണ് റിജക്റ്റ് ചെയ്തുകൊണ്ട് ഡീപ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് ഇപ്പോൾ കാനഡ സർക്കാർ കടന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ഐ ആം സനോഡ് റെക്സി ജോയ്. ബൈ.